ഡിയർ സ്റ്റുഡൻസ്, ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്. നമ്പർ 1, ഇൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫൈൻഡ് യൂസ് ഇൻ മെനി quantitative and qualitative chemical analysis. Example, Na2+ is detected and estimated by the formation of complex with dimethyl glyoxide. Na2+ is detected and estimated by the formation of complex with dimethyl glyoxide. ഡൈമീഥൈൽ ഗ്ലയോക്സൈമിൻ്റെ ഫോർമേഷനിൽ നിന്ന് നമുക്ക് Na2+നെ, അതായത് ഡൈമീഥൈൽ ഗ്ലയോക്സൈനകത്തിൽ Na2+ അയോൺസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് Na2+ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രേറ്റ് അയോൺ ഈസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ബ്രൗൺ കോംപ്ലക്സ്. ബ്രൗൺ റിംഗ് ടെസ്റ്റിനകത്തിൽ എന്തുണ്ട്? ബ്രൗൺ കോംപ്ലക്സ് കിട്ടുന്നുണ്ട്. അതിനകത്ത് Fe ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ calcium and Ca2+ and Mg2+ ions are estimated by the formation of stable complexes with EDTA. EDTA ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽസ്യം ഉണ്ടോ മഗ്നീഷ്യം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തത് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ സിമ്പിൾ ടൈട്രേഷൻ വിത്ത് Na2EDTA. അതായത് ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി EDTA ഉപയോഗിക്കുന്നു. The Ca2+ and Mg2+ ions form stable complexes with EDTA. EDTA ചേർന്ന് Ca2+ഉം Mg2+ അയോണും സ്റ്റേബിൾ കോംപ്ലക്സുകൾ ഫോം ചെയ്തു. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് വിത്ത് കാൽഗൺ. വാട്ടറിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാൽഗൺ ഉപയോഗിക്കും. നമ്മളത് പഠിച്ചതാണ്. കാൽഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം പോളി മെറ്റാഫോസ്ഫേറ്റ് ആണ്. ഇനി മെറ്റലർജി. Metals like silver and gold are extracted by the formation of complexes with cyanide ligand. Gold forms the complex AuCN twice 2 minus. Silver forms AgCN twice minus, which are separated with zinc. അതായത് സിൽവറും ഗോൾഡിനെയും നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു? ഈ മെറ്റലർജിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. അവിടെ എന്താണ്? സയനൈഡ് ലിഗാൻഡുകളാണ് അവിടെ ഫോം ചെയ്യുന്നത്. മെറ്റലുമായിട്ട് സിൽവറുമായിട്ടും ഗോൾഡുമായിട്ട് സയനൈഡ് ലിഗാൻഡുകൾ അവിടെ ഫോം ചെയ്യുന്നു. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും സിങ്ക് ഉപയോഗിക്കുന്നു. സയനൈഡിനെയും സിങ്കിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സിങ്ക് ഉപയോഗിച്ച് അവസാനം നമുക്ക് സയനൈഡും സിൽവറും വേർതിരിയുന്നു. Similarly, coordination compounds also find application in the refining of metals. Example, impure nickel is converted into NaCO4, which is decomposed to yield pure nickel. ഇമ്പ്യൂർ ആയിട്ടുള്ള നിക്കലിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആയ NaCO4 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വീണ്ടും അതിനെ ഹീറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് നിക്കലിനെ വേർതിരിക്കുന്നു. അടുത്തത് ബയോളജിക്കൽ ആപ്ലിക്കേഷൻ. Coordination compounds are great importance in biological systems. Chlorophyll is a coordination compound of magnesium. ഇലകളിൽ കാണുന്ന പച്ച നിറമുള്ള ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് അതിനകത്തിലുള്ള ഈ ക്ലോറോഫില്ലാണ്. അതിൽ മെറ്റലാണ് മഗ്നീഷ്യം. അതേപോലെ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് അയണാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ B12 സയാനോ കൊബാലമീൻ എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കൊബാൾട്ടാണ്. ഇൻ കാറ്റാലിസിസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഫോർ മെനി ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. പല വ്യവസായ പ്രോസസ്സുകളിലും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ട്രൈഫിനൈൽ ഫോസ്ഫൈൻ, റോഡിയം ക്ലോറൈഡ്, PH3P ത്രൈസ് RHCl. ഈ ട്രൈഫിനൈൽ ഫോസ്ഫൈൻ റോഡിയം ക്ലോറൈഡിൻ്റെ പേര് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്നാണ്. ഇവിടെ റോഡിയം എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. ഇതൊരു വലിയൊരു കോംപ്ലക്സ് കോമ്പൗണ്ടാണ്. ഈ കോംപ്ലക്സ് ആണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്ത് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാനായിട്ട് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ്, articles can be electroplated with silver, gold by using the solutions of the complex AgCN twice minus and AuCN twice minus respectively as electrolysis. അതായത് സ്വർണം പൂശുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഗോൾഡൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നു. അവിടെ നമ്മൾ ഇതേപോലെയുള്ള കോംപ്ലക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇൻ ഫോട്ടോഗ്രാഫി,
In black and white photography, the developed film is fixed by washing with hypo solution, which dissolves the undecomposed AGBR to form a complex ion. പണ്ട് കാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാണ് ഉണ്ടായിരുന്നത്. ഈ ഫോട്ടോസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇതിനെ വാഷ് ചെയ്ത് ഫോട്ടോ ഫിക്സ് ചെയ്യാൻ വേണ്ടി വാഷ് ചെയ്യുമ്പോൾ ഹൈപ്പോ സൊല്യൂഷൻ ഉപയോഗിക്കുന്നു. ഈ ഹൈപ്പോ സൊല്യൂഷൻ AGBRമായിട്ട് ചേർന്ന് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. AgS2O3 എന്ന് പറയുന്ന ട്വൈസ് 3- എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. മെഡിസിൻ. സിസ്പ്ലാറ്റിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. അതായത് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. എക്സസ് ഓഫ് കോപ്പർ ആൻഡ് അയൺ ഇൻ ആനിമൽ ഓർ പ്ലാന്റ് ബോഡി റിമൂവ്ഡ് ബൈ കിലേറ്റിംഗ് ലിഗൻസ് ഡീപെൻസിലിനമീൻ ആൻഡ് ഡെസ്പെറിയോക്സൈൻ ബി ത്രൂ ദി ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അതുപോലെ തന്നെ എക്സസ് ഓഫ് കോപ്പർ ആൻഡ് അയൺ ഇൻ ആനിമൽ ബോഡി, പ്ലാന്റ് ബോഡിയിൽ നിന്ന് ആനിമൽ ബോഡിയിൽ നിന്നും കോപ്പറിൻ്റെയും അയണും എക്സസ് ആയിട്ടുള്ളത് നീക്കം ചെയ്യാൻ വേണ്ടി ചില ലിഗാൻസ് ഉപയോഗിക്കുന്നു. ഡീപെൻസിലമീൻ ആൻഡ് ഡെസ്പെറയോക്സൈൻ ബി ഉപയോഗിക്കുന്നു. അവർ അന്നേരം എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യും. EDTA ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലെഡ് പോയിസണിങ്. ലെഡ് പോയിസണിങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഉപയോഗിക്കുന്നു? EDTA ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനകത്തിൽ ചില കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോഗ്രാഫി, മെഡിസിനിലുള്ള സിസ്പ്ലാറ്റിന്, ലെഡ് പോയിസണിങ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്ലോറോഫിലുള്ള മെറ്റൽ ഏതാണ്, വൈറ്റമിൻ B12 മെറ്റലാണ്, ഹീമോഗ്ലോബിനിലുള്ള മെറ്റൽ ഏതാണ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഓക്കെ.